ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ ലെവൽസ് എങ്ങനെ നമുക്ക് സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന സ്റ്റോക്ക് തന്നെ CXC ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് CXC സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ വോളിയം CXC വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റും CXC അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ അപ്പ് സൈഡ് പോയി അവിടെ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ലെവൽസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് മാർക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് താഴേക്ക് വന്നു, വീണ്ടും അത് ബ്രേക്ക് ചെയ്താണ് തിരിച്ച് കയറിപ്പോയത്. അതുപോലെ ഇവിടേക്ക് താഴേക്ക് വന്നു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ കയറിപ്പോയി. വീണ്ടും ഇവിടെ വന്നു, വീണ്ടും ആ സെയിം സപ്പോർട്ട് തന്നെ, അത് മുമ്പ് റെസിസ്റ്റൻസ് ഉള്ളത് സപ്പോർട്ടായി തിരിച്ച് കയറി. അപ്പോൾ ഇത് ലെവൽസ് നല്ല രീതിയിൽ വാലിഡ് ആയിട്ടുള്ള ലെവൽസാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അത് ഇവിടെ ഒരു സപ്പോർട്ട് പോലെ വന്നിട്ടുണ്ട്. ആ ലെവൽ മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഹൈ ആണ്. അത് ജസ്റ്റ് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഡേ ഹൈ എപ്പോഴും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ താഴത്തെ ഡയലോ, അത് ഡയലോ ഇതാണ്, പക്ഷേ ഇവിടെ കുറച്ച് ക്യാൻഡിൽസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ലെവൽ കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ആദ്യത്തെ ലെവൽസ് ഇവിടെ മാർക്ക് ചെയ്തത്, അതായത് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസിന് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലെവൽസ് മാർക്ക് ചെയ്തത്. പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസിന് ഇവിടെ ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു സപ്പോർട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്തത്, അതുകൊണ്ട് ആ ലെവൽസ് മാർക്ക് ചെയ്തു. പിന്നെ ഇത് ഡേ ഹൈ ആണ്. ഇനി നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല, പകരം നമ്മൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ക്ലോസ് ആണ് നോക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ക്ലോസ് നമ്മുടെ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണ്, മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാം. മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, മാർക്കറ്റ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടച്ച് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാനും ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ, അതായത് 5 മിനിറ്റിന് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. അതായത് നമ്മൾ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസ് നമ്മുടെ ലെവൽസിൻ്റെ മുകളിൽ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈ ലെവൽസ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് എക്സാക്റ്റ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ക്യാൻഡിൽ നമുക്ക് അവിടുന്ന് ബൈയിലേക്ക് പോകുന്നതാണ്. അതല്ല, ഈ ലെവൽസ് വീണ്ടും ബ്രേക്ക് ചെയ്ത് റെഡ് ക്യാൻഡിലാണ് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് തിരിച്ച് കയറാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ വിക്സ് ആണ് വന്നിരുന്നത്. നമ്മുടെ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 മിനിറ്റിൻ്റെ റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാം. ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതിന് തൊട്ട് മുകളിലെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, ചില സമയത്ത് വിക്സ് വന്ന് ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇത് തൊട്ട് മുമ്പിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ആ ഒരു സപ്പോർട്ടിലാണെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ടിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. ചില സമയത്ത് മാർക്കറ്റ് തിരിച്ച് ചെറിയൊരു വിക്സ് വരെ കാണിക്കാറുണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള സിംഗ് ലോ, ചെറിയൊരു സിംഗ് ലോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ആ ലോയ്ക്ക് മുകളിൽ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ടാർഗറ്റ് വേണമെങ്കിൽ 1:2 അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സപ്പോർട്ട് ലെവലോ വെക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ 1:2 വെക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെയാണ് ഷോർട്ട് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഇനി 1:2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റിസ്ക് റിവാർഡ് റേഷ്യോ ഇവിടെ ആയിട്ട് വരും 1:2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. നമ്മൾ 1:2 നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റായിട്ട് കാണേണ്ടത്. അപ്പോൾ അധികവും മാർക്കറ്റിൻ്റെ സപ്പോർട്ടാണ് നമ്മൾ ടാർഗറ്റായിട്ട് വെക്കാറ്. നിങ്ങൾക്ക് 1:2 ആണ് ആ ഫോളോ ചെയ്യണമെങ്കിൽ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ 2 ഇരട്ടി ടാർഗറ്റ് അങ്ങനത്തെ രീതിയിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് താഴേക്ക് വന്നു, വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിച്ചു. പക്ഷേ എക്സാക്റ്റ് നമ്മുടെ ആ റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് തവണ നമ്മുടെ ആ റെസിസ്റ്റൻസ് ലെവലിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് അവിടുന്ന് താഴേക്ക് വരാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു ടാർഗറ്റ്, അത് 1:2 ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ? ഓക്കെ, നമ്മുടെ ആ സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടില്ല. ഇവിടെയാണ് നോക്കുന്നത് നമ്മൾ കാണേണ്ടത്. കണ്ടോ? എക്സാക്റ്റ് നമ്മുടെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ ആ റെസിസ്റ്റൻസ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആണ് നമുക്കൊരു കൺഫർമേഷൻ. അത് മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആണെങ്കിലായിരിക്കും 5 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യാം. അതല്ല നമ്മൾ ജസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ജസ്റ്റ് ബൈ ഇടാണെങ്കിൽ നമുക്ക് ഇതേപോലെ വിക്സ് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ബൈ എബോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ബൈ എബോ കൊടുക്കണം. അതായത് 164.90 ബൈ എബോ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഈ ഒരു ക്യാൻഡിലിനെ പോയിരിക്കുന്നത് 165.10 165.10 14 പോയിന്റ് ഹൈ പോയിന്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് താഴേക്ക് വരാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളെപ്പോഴും മാർക്കറ്റിൽ ട്രേഡ് എടുക്കുമ്പോൾ ആ ഒരു നമ്മൾ ലെവൽസിൻ്റെ മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലായിരിക്കും ട്രേഡ് എടുക്കാൻ കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽ വളരെ വലിയൊരു ക്യാൻഡിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അത് എപ്പോഴാണ് റീടെസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് ബൈ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നമുക്ക് ആ ഒരു ചാൻസ് മിസ് ആവുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് ഒഴിവാക്കുക, അടുത്ത ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഇട്ട് ട്രേഡ് ചെയ്യുക. അതായത് ഒരു ക്വാണ്ടിറ്റി 2 ക്വാണ്ടിറ്റി ഇട്ട് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചാർട്ടുകളിൽ ഇങ്ങനെ ലെവൽസ് മാർക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് നല്ല രീതിയിൽ വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. നല്ല രീതിയിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് ബിഗിനേഴ്സ് നല്ല എമൗണ്ടൊക്കെ ഇട്ട് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ലോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് പഠിക്കുക, അതിനുശേഷം അത് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.